നിയമസഭ പിരിഞ്ഞിരിക്കുന്നു. രാവിലെ നിയമസഭ ആരംഭിച്ച സമയം മുതൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ബഹളവും പ്രതിഷേധവും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ പോലെ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകും. ഇപ്പോൾ കെ.എം. ഷാജിയെ ദൃശ്യങ്ങളിൽ കാണാം. കെ.എം. ഷാജി അടക്കമുള്ള യുവ എംഎൽഎമാരാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ സഭ പിരിഞ്ഞിരിക്കുന്നു. സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് വരെ പ്രതിഷേധമെത്തക്ക രീതിയിൽ ആണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത്. ശബരിമല വിഷയത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി. നിരോധനാജ്ഞ പിൻവലിക്കണമെന്നും പോലീസ് രാജ് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചത്. എന്നാൽ പ്രതിപക്ഷ ബഹളം അവഗണിച്ച് പ്രളയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. പക്ഷേ ചോദ്യം ചോദിക്കാൻ അവസരം നൽകിയില്ലെന്നും 45 മിനിറ്റ് സ്പീക്കർ മുഖ്യമന്ത്രിയെ സംസാരിക്കാൻ അനുവദിച്ചെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സഭ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന് താല്പര്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഉണ്ടായിട്ടുള്ള നാശനഷ്ടത്തിന്റെ തോത് കുറഞ്ഞത് 15% എന്നിങ്ങനെയായി മിനിമം റിലീഫ് കോഡ് നിർണയിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തകർന്നതോ ഉപജീവന മാർഗമായി കഴിഞ്ഞ നിരവധി പേരെ സഹായിക്കുന്നതിന് പൂർണ്ണമായും 2,16,000 വീടുകൾ ഭാഗികമായും PDNA റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ തകർന്നു. കൃഷി, ഊർജ, ഭവന നിർമ്മാണ സഹായ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു സാങ്കേതിക സ്ഥാപനം എഞ്ചിനീയറിംഗ് 49 കോടി രൂപ ഏകോപിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം ഇന്ന് രാവിലെ തന്നെ സഭയിലെത്തിയത്. PC ജോർജും O രാജഗോപാലും കറുപ്പ് ഉടുത്ത് സഭയിലെത്തിയതും ശ്രദ്ധേയമായി. വലിയ ബഹളമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സഭയിൽ ഉണ്ടായത്. തുടർന്ന് സഭ പിരിയുകയായിരുന്നു. സ്പീക്കർ ഇപ്പോൾ ഡയസ് വിട്ട് പുറത്തേക്ക് പോയി. അല്പസമയം മുമ്പാണ് സഭ പിരിഞ്ഞത്. പ്രതിപക്ഷം ചോദ്യോത്തരവേളയിലടക്കം മുഖ്യമന്ത്രിയെ പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ വി അരുൺ ചേരുന്നു നിയമസഭയിൽ നിന്ന്. അരുൺ, എന്താണ് സഭയിൽ നിന്ന് സംഭവിച്ചത്? രഞ്ജിത്ത്, ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണം, വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്ലക്കാർഡുകളും ബാനറുകളുമായി സഭയിലെത്തിയ പ്രതിപക്ഷം സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് വരെ പ്രതിഷേധം വ്യാപിപ്പിക്കുകയും ചെയ്തു. നടുത്തളത്തിലിറങ്ങി മുഖ്യമന്ത്രി മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ അവസരം നൽകണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നു. 9:43 വരെ 43 മിനിറ്റ് മുഖ്യമന്ത്രി 4 ചോദ്യങ്ങൾ ക്ലബ്ബ് ചെയ്ത് അതിനുള്ള മറുപടി നൽകി. ഭരണപക്ഷത്തു നിന്ന് ഉള്ള MLA-മാർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം ആ സമയത്ത് ലഭിച്ചില്ല എന്നായിരുന്നു പിന്നീട് പ്രതിപക്ഷത്തിന്റെ പരാതി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഈ വിഷയം ഉന്നയിച്ച് സംസാരിക്കുകയും ചെയ്തു. ഏത് സഭാ നടപടി അനുസരിച്ചാണ് ഇത്രയും സമയം മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത്? ഭരണപക്ഷത്തെ അംഗങ്ങൾക്ക് പോലും ചോദ്യം ചോദിക്കാനുള്ള അവസരം നിഷേധിച്ചു. താനും ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് അടിയന്തര പ്രമേയം പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ എഴുന്നേറ്റു. പക്ഷെ തനിക്കും അതിനുള്ള അവസരം നൽകിയില്ല. ഏത് നടപടിക്രമം അനുസരിച്ചാണ് ഈ സഭ മുന്നോട്ട് പോകുന്ന എന്ന വിമർശനം സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. അതിനുശേഷം മുഖ്യമന്ത്രിയും മറുപടി പറഞ്ഞു. സ്പീക്കർ ചോദ്യങ്ങൾ ക്ലബ്ബ് ചെയ്യാൻ നേരത്തെ പറഞ്ഞതാണ്. അത് സഭയിൽ തന്നെ പറഞ്ഞു. താൻ സംസാരിക്കുമ്പോഴൊന്നും പ്രതിപക്ഷ നേതാവ് അത്തരമൊരു ആവശ്യമായി എഴുന്നേറ്റുമില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് അത്തരം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എഴുന്നേറ്റെങ്കിൽ സംസാരിക്കാൻ അവസരം ലഭിക്കുമായിരുന്നു എന്ന്. പക്ഷേ ഇതിനുശേഷവും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടർന്നു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും ചോദ്യോത്തരവേളയുടെ അവസാന സമയത്ത് വീണ്ടും സഭയിൽ നാടകീയമായ ചില സംഭവവികാസങ്ങൾ ഉണ്ടായി. പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ തന്നെ ചില തർക്കങ്ങളുണ്ടായതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. A. വിൻസെന്റ് MLA-യും അതുപോലെ IC ബാലകൃഷ്ണനും സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് തള്ളിക്കയറാൻ ശ്രമം നടന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ തന്നെ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഡയസിലേക്കുള്ള പടിക്കെട്ടുകളിൽ പടവുകളിൽ പോലും ചില MLA-മാർ ഉണ്ടായിരുന്നു. തുടർന്നാണ് സ്പീക്കർ സഭ നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞ് സഭ ചേംബറിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ സഭ നിർത്തിവച്ചിരിക്കുകയാണ്. വലിയ പ്രതിപക്ഷ പ്രതിഷേധമാണ് ചോദ്യോത്തരവേള മുതൽ തുടങ്ങിയത്. ആദ്യം സ്പീക്കർ സഭയിലേക്ക് വരികയും കെ.എം. ഷാജി MLA-ക്ക് സഭാ നടപടികൾ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ കൈയടികളോടെയും ആണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി മറുപടി പറയാൻ തുടങ്ങിയത് മുതൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. നടുത്തളത്തിൽ പ്രതിഷേധം ഉണ്ടായി. സ്പീക്കറുടെ ഡയസിനടുത്ത് വരെ പ്ലക്കാർഡുകളും ബാനറുകളും പ്രതിപക്ഷങ്ങൾ എത്തുകയും ചെയ്തു. ഒടുവിലാണ് ഇത്തരമൊരു നാടകീയ സംഭവത്തിനൊടുവിൽ സഭ നിർത്തിവെക്കാൻ സ്പീക്കർ തീരുമാനിച്ചത്. അതിനോടൊപ്പം ഇന്ന് ഈ സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി
സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം ശബരിമല വിഷയത്തിൽ. സ്വാഭാവികമായും അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ സഭയുടെ സുഗമമായ നടത്തിപ്പ് സംബന്ധിച്ച് ഭരണപക്ഷത്തിന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരില്ലേ? രഞ്ജിത്ത്, സഭ പിരിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അവസാനം 9:59 നാടകീയ സംഭവ വികാസങ്ങളെ തുടർന്ന് സ്പീക്കർ സഭാ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി ഭരണപക്ഷവുമായും പ്രതിപക്ഷവുമായും സ്പീക്കർ ചർച്ച നടത്തും. അതിനുശേഷമാകും സഭ പുനരാരംഭിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം നൽകിയിരുന്നത് ശബരിമലയിലെ നിരോധനാജ്ഞയാണ്. വിശ്വാസികളുടെ ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കണം, ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പ്രസക്ത ഭാഗം. ഇത് VS ശിവകുമാറാണ് നോട്ടീസ് നൽകിയത്. അതിന്റെ നോട്ടീസ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ തന്നെ സഭ വെക്കുകയായിരുന്നു. ചോദ്യോത്തരവേളയുടെ അവസാന സമയത്താണ് ഇത്തരത്തിലൊരു നാടകീയ പ്രതിഷേധ സംഭവങ്ങൾ ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് IC ബാലകൃഷ്ണനും A വിൻസെന്റും സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. അതിനെ പ്രതിപക്ഷത്തെ മുതിർന്ന അംഗങ്ങൾ തടയുകയായിരുന്നു. തുടർന്ന് അവിടെ ബഹളമുണ്ടാകുകയും ചെയ്തു. അതിനെ തുടർന്നാണ് സ്പീക്കർ സഭ നിർത്തിവെക്കുകയാണെന്ന് പറഞ്ഞ് ചേംബറിലേക്ക് മടങ്ങിയത്. അല്പസമയത്തിനകം കക്ഷി നേതാക്കളുമായി, പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും നേതാക്കളുമായി സ്പീക്കർ ചർച്ച നടത്തും. അതിനുശേഷമാകും സഭ ആരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇന്ന് രാവിലെ UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് ചോദ്യോത്തരവേള മുതൽ ശക്തമായ പ്രതിഷേധത്തിന് തീരുമാനമെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി മറുപടി പറയാൻ. മുഖ്യമന്ത്രിയാണെന്ന് ആദ്യ 4 ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടിയിരുന്നത്. പ്രളയം സംബന്ധിച്ച ചോദ്യങ്ങളായിരുന്നു ഇവ. ഇതിൽ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ 43 മിനിറ്റ് തുടർച്ചയായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതിനു മുന്നോടിയായി സ്പീക്കർ തന്നെ ഇക്കാര്യം 4 ചോദ്യങ്ങൾ ക്ലബ്ബ് ചെയ്യുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഈ നടപടിയാണ് പ്രതിപക്ഷം രൂക്ഷമായി മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും വിമർശിച്ചത്. മുഖ്യമന്ത്രി ഇതിന് നൽകിയ മറുപടി ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ചോദ്യങ്ങളുടെ മറുപടി മേശപ്പുറത്ത് വയ്ക്കുന്നത്. തനിക്ക് അത്തരം ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇതിനെയും പരിഹസിച്ചുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ആരോഗ്യം കാട്ടേണ്ട വേദിയല്ല നിയമസഭ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. 45 മിനിറ്റ് മുഖ്യമന്ത്രി എങ്ങനെ മറുപടി പറയും? സഭയുടെ ഏത് ചട്ടപ്രകാരമാണ് ഈ സഭാ സ്പീക്കർ നടത്തിക്കൊണ്ടുപോകുന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. തനിക്ക് പോലും സംസാരിക്കാനുള്ള അവസരം സഭയിൽ നിഷേധിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഏതായാലും വരും ദിവസങ്ങളിലും ഇതേ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാകും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത്തരത്തിലാണ് കാര്യങ്ങൾ. സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. നിയമസഭാ നടപടികൾ തടസ്സപ്പെട്ടു. പ്രതിപക്ഷ യുവ MLA-മാർ നടുത്തളത്തിലിറങ്ങി സ്പീക്കർ ഡയസിന് സമീപത്ത് പോലും എത്തി പ്രതിഷേധ പ്രകടനം നടത്തുന്ന സാഹചര്യമുണ്ടായി. പ്രതിപക്ഷത്തെ മറ്റ് MLA-മാരുടെ ഭാഗത്ത് നിന്ന് അവരെ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും വരും ദിവസങ്ങളിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങും. ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ യുവ MLA-മാരുടെ പ്രതിഷേധം. അവർ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. KM ഷാജിയെ ദൃശ്യങ്ങളിൽ കാണാം. ഹൈബി ഈഡൻ അടക്കമുള്ളവർ, അൻവർ സാദത്ത് അടക്കമുള്ളവർ, A വിൻസെന്റിനെ കാണാം. അവർ ചിലർ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നു. ഏതായാലും നാടകീയ രംഗങ്ങൾ കാണാം ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. അരുണിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ അരുൺ, ദൃശ്യങ്ങളിൽ കാണുന്ന ചില കാഴ്ചകൾ, അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തൊരു ഏകോപനമില്ലായ്മ, അവർ കാര്യങ്ങൾ കൃത്യമായി ഏത് രീതിയിൽ ഈ സമരം നടത്തണമെന്ന രീതിയിൽ ഒരു ആശയക്കുഴപ്പം, അത്തരത്തിലൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നും. ചിലർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നു, മറ്റു ചിലർ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. എന്താണ് സംഭവിച്ചത് ശരിക്കും അവിടെ? ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ചില പ്രതിപക്ഷത്തെ MLA-മാർ ഡയസിലേക്ക് സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷത്തെ മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് അത് പിന്തിരിപ്പിക്കുകയായിരുന്നു. അവരെ ചോദ്യോത്തരയുടെ അവസാന നിമിഷം IC ബാലകൃഷ്ണനും അൻവർ സാദത്തുമാണ് സ്പീക്കറുടെ ഡയസിന് അടുത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത്. അവിടെ A വിൻസെന്റും ഹൈബി ഈഡനും അടക്കമുള്ള മറ്റ് MLA-മാർ ചേർന്ന് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. അവിടെ ഇതിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കിടെ തന്നെ ആശയക്കുഴപ്പവും തർക്കവും ഉണ്ടായി. പരസ്പരം ഉന്തും തള്ളും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ഈ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നത്. തുടർന്നാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സ്പീക്കർ ഇടപെടുകയും സഭ നിർത്തിവെക്കുകയും ചെയ്തത്. ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തീരുമാനിക്കുമ്പോൾ തന്നെ അത് അതിർവിട്ട നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി കണ്ടാണ് ചില MLA-മാർ നേരത്തെ സൂചിപ്പിച്ച പോലെ IC ബാലകൃഷ്ണനെയും അതുപോലെ അൻവർ സാദത്തിനെയും ഒക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്പീക്കർ ഡയസിൽ
കയറിയുള്ള പ്രതിഷേധം വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. സഭയ്ക്ക് ഒരു നാണക്കേടായ അവസ്ഥയും ഉണ്ടായിരുന്നു. അതിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് ഇന്നും കടക്കുമെന്ന് ഇന്നത്തെ പ്രതിഷേധവും കടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഇടപെടലുണ്ടായത്. പക്ഷേ പ്രതിപക്ഷത്ത് തന്നെ വലിയ ഭിന്നതയ്ക്ക് വഴിവെച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയെന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. തിരിച്ചു വരാം. സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് കിരൺ ബാബുവാണ്. കിരൺ കുറച്ചുകൂടി ഈ വിഷയത്തെക്കുറിച്ച് നേരിട്ട് കണ്ട ആൾ കൂടിയാണ്. കിരൺ, സഭയ്ക്കുള്ളിൽ കണ്ട ദൃശ്യങ്ങൾ അത് ചില രീതിയിലുള്ള ചെറിയ തോതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. പ്രതിപക്ഷ അംഗങ്ങൾ ചിലർ ഈ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. അൻവർ സാദത്ത് ഒപ്പം വിൻസെന്റിനെ പോലെയുള്ളവർ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത് അവിടെ? തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുത്തിരുന്നു. ശബരിമല വിഷയം മുഖ്യ വിഷയമായി തന്നെ ഉന്നയിക്കണം. അറ്റം വരെ പോയാണ് എന്നുള്ളത് തന്നെയായിരുന്നു UDF തീരുമാനം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾക്കെല്ലാം UDF അംഗങ്ങൾക്കെല്ലാം ആ നിർദ്ദേശം തന്നെയാണ് നൽകിയിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷത്തെ യുവ MLA മാർ തന്നെയാണ് സാധാരണഗതിയിൽ എപ്പോഴും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ മുൻനിരയിൽ നിൽക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും നടുത്തരത്തിലെങ്കിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നതും അവർ തന്നെയാണ് ഈ പ്രതിഷേധം വീണ്ടും ഉയർത്തിയത്. ആ വ്യക്തമായ പാർട്ടിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ പ്രതിഷേധമായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ ഈ പ്രതിഷേധത്തിലും മുഖ്യമന്ത്രി മറുപടി തുടരുകയാണ്. മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നതിന്റെ മറുപടി ഏകദേശം 40 നിമിഷം മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പ്രതിപക്ഷം ഡെവലപ്മെന്റ് സഭ മുന്നോട്ട് പോകണം എന്നുള്ള ഉറപ്പ് തീരുമാനം സർക്കാരും അങ്ങനെ പ്രതിപക്ഷ ഡെവലപ്മെന്റിനും സഭ നിർത്തിവെച്ചിട്ടില്ല എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സമയം ദീർഘമായ ഒരു നടപടി തന്നെ ശുചിത്രവേളയിൽ സാധാരണ ഉണ്ടാകുന്നതും കൂടുതൽ ദീർഘമായ നടപടി തന്നെ മുഖ്യമന്ത്രി നൽകിയത്. ഇതിനിടയിലാണ് വീണ്ടും പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സഭയുടെ സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടി കയറാനുള്ള ശ്രമം നടത്തിയത്. ഇത് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുതെന്ന് മുതിർന്ന നേതാക്കൾ തരത്തിൽ നിർബന്ധം ഉണ്ടായി കാണണം. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ മുതിർന്ന നേതാക്കൾ ഈ തരത്തിൽ ഇടപെടൽ നടത്തിയത്. കിരൺ ബാബുവിലേക്ക് തിരിച്ചു വരാം. അല്പസമയത്തിന് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ അരുൺ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ പശ്ചാത്തലത്തിൽ സ്പീക്കർ പ്രതിപക്ഷവുമായി ചർച്ച നടത്താനുള്ള സാഹചര്യം, സ്പീക്കർ ഈ നിയമസഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് പോകേണ്ട പശ്ചാത്തലമുണ്ട്. ഈ വരും ദിവസങ്ങളിൽ സഭാ നടപടികളിൽ സ്വാഭാവിക പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? അത്തരം കാര്യങ്ങളിൽ ഒരു ആശയവിനിമയം പ്രതിപക്ഷ നേതാക്കളുമായി അടക്കം നടത്താനുള്ള സാധ്യതയുണ്ടോ സ്പീക്കർ? രഞ്ജിത്ത്, അത്തരം ചർച്ചകൾ ഉണ്ടാകും. ഇപ്പോൾ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. അൻവർ സാദത്താണ് പ്ലക്കാർഡുമായി സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്. IC ബാലകൃഷ്ണനും ഒപ്പമുണ്ട്. വീണ്ടും IC ബാലകൃഷ്ണൻ തള്ളിക്കയറാൻ ശ്രമിക്കുകയും കാലുവെച്ച് ഹൈബി ഈഡനും ഹൈബി ഈഡൻ കാലുകൊണ്ടാണ് തടയുന്നത് IC ബാലകൃഷ്ണനെ. തുടർന്ന് വിൻസെന്റും ഈ MLA മാരുമായി ചില ഉന്തുതള്ളും ഉണ്ടാവുകയും ചെയ്യുന്നു. വളരെ കൃത്യമായ ദൃശ്യങ്ങൾ തന്നെയാണിത്. പ്രതിപക്ഷത്ത് വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നു. തള്ളിക്കയറാനുള്ള ശ്രമത്തെ തടയാൻ നേരത്തെ തന്നെ KM ഷാജി, ഹൈബി ഈഡൻ തുടങ്ങിയ MLA മാരുണ്ട്. ആദ്യം വിൻസെന്റ് അവിടേക്ക് അടുക്കുന്നു, സ്പീക്കർ ഡയസിനടുത്തേക്ക് അടുക്കുന്നു. അപ്പോൾ ഷാജിയും ഹൈബി ഈഡനുമായി വിൻസെന്റിനെ പിന്തിരിപ്പിക്കുന്നു. തൊട്ടു പിന്നാലെയാണ് മറ്റു MLA മാരുടെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ, ശക്തമായി തന്നെ അവർ തള്ളിമാറ്റി മുന്നോട്ട് വരാൻ അൻവർ സാദത്ത് ശ്രമിക്കുന്നത്. അപ്പോഴും തടസ്സം സൃഷ്ടിച്ച് MLA മാർ നിൽക്കുന്നുണ്ട്. ഹൈബി ഈഡനും KM ഷാജിയും അടക്കമുള്ളവർ അതിന് തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വേള കാലുവെച്ച് പോലും ഇത്രയും MLA മാരെ തടയാൻ ഹൈബി ഈഡൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവരുടെ വിലക്ക് മറികടന്ന്, ഇവരുടെ പ്രതിരോധം മറികടന്ന് അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള MLA മാർ സ്പീക്കർ ഡയസിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. അതിനെ തുടർന്നാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സ്പീക്കർ തന്റെ ചേംബറിലേക്ക് മടങ്ങുന്നത്. സഭ നിർത്തിവെക്കുന്നത് പ്രഖ്യാപിക്കുകയും അദ്ദേഹം ചെയ്തു. MLA മാർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായ സാഹചര്യം തന്നെ പറയേണ്ടി വരും. അസാധാരണമായ നാടകീയമായ സംഭവവികാസങ്ങൾക്കാണ് ഇന്ന് സഭയുടെ ചോദ്യോത്തരവേളയുടെ അവസാന നിമിഷങ്ങൾ സാക്ഷിയായത്. പ്രതിപക്ഷത്ത് തന്നെ പ്രതിഷേധത്തെ ചൊല്ലിയുള്ള ഒരു ആശയക്കുഴപ്പം, ശക്തമായ പ്രതിഷേധവുമായി ചില MLA മാർ രംഗത്ത് വരുമ്പോൾ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. സ്പീക്കർ ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള പ്രതിപക്ഷത്തെ MLA മാരുടെ ശ്രമത്തെ അവരുടെ MLA മാർ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന, പിന്തിരിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇല്ലെങ്കിൽ സഭയിൽ വീണ്ടും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായതുപോലുള്ള മോശപ്പെട്ട സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് ഉള്ളത്. അതിനെ തുടർന്നാണ് സ്പീക്കർ വിഷയത്തിൽ ഇടപെട്ടത്. രഞ്ജിത്ത്, MLA മാർ തമ്മിൽ പോലും ഈ വിഷയത്തിൽ ചെറിയ തോതിൽ ആശയക്കുഴപ്പം, ഈ പ്രതിഷേധം എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഇപ്പോൾ MLA മാരെ തടയുന്ന രീതിയിൽ പ്രതിപക്ഷ MLA മാർക്കിടയിൽ പോലും ഈ വിഷയത്തിൽ ചെറിയ തോതിലുള്ള ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹൈബി ഈഡൻ അടക്കമുള്ളവർ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച MLA മാരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇവർക്കിടയിൽ, പ്രതിപക്ഷ MLA മാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ സമര രീതി ഏത് തരത്തിലായിരിക്കണം എന്ന കാര്യത്തിൽ കിരണിലേക്ക് ഒരിക്കൽ കൂടി പോകാം. കിരൺ, എന്താണ് ശരിക്കും സഭയിൽ സംഭവിച്ചത്? ഈ ദൃശ്യങ്ങളിലൊക്കെ ഹൈബി ഈഡൻ മറ്റ് MLA മാരെ, പ്രതിപക്ഷ MLA മാരെ തടയാൻ ശ്രമിക്കുന്നതായി കാണാം.
ഇതിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും രീതിയിൽ ഇവർ തമ്മിലുള്ള ആശയവിനിമയത്തിലോ മറ്റോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നോ? രഞ്ജിത്ത്, പ്രധാനമായും ഇത് UDF-ന്റെ തീരുമാനമായിരുന്നു. ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ട് സഭയിൽ പരമാവധി ബഹളം വെക്കുക, സഭ സ്തംഭിപ്പിക്കുക എന്നുള്ളത്. ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് ഇന്നലത്തെ UDF നേതൃയോഗത്തിന്റെ തീരുമാനം. പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഇതേ തീരുമാനം തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് യുവ MLA-മാർ പ്രധാനമായും പ്രതിഷേധമായി നിന്നത്. പ്രതിഷേധം തുടരുന്നതിനിടയിലും മുഖ്യമന്ത്രി മറുപടി തുടരുകയായിരുന്നു. പ്രതിപക്ഷത്തിനിടയിൽ തൽക്കാലം വിട്ടുകൊടുക്കേണ്ടതില്ല, സഭ മുന്നോട്ട് പോകണം എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു സർക്കാരും. സ്വാഭാവികമായും പ്രതിഷേധവും മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മറുപടി നീണ്ടുപോയി. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് എണീക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി 40 മിനിറ്റിലേറെ നീണ്ട മറുപടിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത്. സാധാരണഗതിയിൽ ചോദ്യോത്തര വേളയിൽ ഇത്രയേറെ ദീർഘമായ മറുപടി ഉണ്ടാവാറില്ല. പ്രളയത്തിനുമായി ബന്ധപ്പെട്ട വിഷയമായതിനാലാണ് ഇത്ര ദീർഘമായ മറുപടി എന്നായിരുന്നു സ്പീക്കർ ചൂണ്ടിക്കാട്ടിയത്. ഇതേ തുടർന്നാണ് ഇരുപക്ഷ വാക്കുതർക്കം ഉണ്ടായത്. ഇതിനിടയിലാണ് യുവ MLA-മാർ അൻവർ സാദത്ത് അടക്കമുള്ള MLA-മാർ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഈ സമയത്ത് ഇത് ഇപ്പോഴേ തള്ളിക്കയറുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങേണ്ട, അത്ര കടുത്ത നിലപാടിലേക്ക് പോകേണ്ട എന്ന മട്ടിലായിരിക്കുന്ന ഹൈബീഡ് അടക്കമുള്ളവർ ഇവരെ പിടിച്ചിറക്കുകയായിരുന്നു. ഇപ്പോഴേ ഈ സമയത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് കയറി രംഗം കൂടുതൽ വഷളാക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് ഇവർ തിരിച്ചിറക്കുകയായിരുന്നു. ഇവർ നൽകുന്ന വിശദീകരണം തൽക്കാലം ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തി ഡയസിലേക്ക് തള്ളിക്കയറാനില്ല, അത്രത്തോളം പ്രതിഷേധം. കിരൺ ബാബു, ഇപ്പോൾ CPM നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചാണ് വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകും നിയമസഭയിൽ. സഭയ്ക്കകത്തും പുറത്തും സർക്കാർ നടപടികൾ ശബരിമലയിലെ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. അതെ, സാധാരണ ഒരു ചൊല്ലുണ്ട്, അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന്. ഇവരെ സംബന്ധിച്ചുള്ള ഉയർന്ന മുദ്രാവാക്യം എത്ര അപ്രസക്തമാണ്. ശബരിമലയിൽ നിരോധനാജ്ഞ പിൻവലിക്കണം, 147 പിൻവലിക്കണം എന്നാണ് ഉയർത്തിയ മുദ്രാവാക്യം. അത് ഹൈക്കോടതി പോലും ഇന്നലെ പറഞ്ഞ് 147 തുടരാം. എവിടെല്ലാം ഇതുപോലെ മോബ് പ്രക്ഷോഭണവും പ്രതിരോധവും ഉണ്ടാക്കുമോ അവിടെയെല്ലാം മോബിനെ നിയന്ത്രിക്കാൻ ഈ നിയമം നിലവിൽ ഉണ്ടായ കാലം മുതൽ പ്രയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പോ ബാബറി മസ്ജിദ് വെക്കുന്നിടത്ത് അമ്പലം കെട്ടിയേ മതിയെന്ന് പോയപ്പോ അവിടെ എന്തെല്ലാം നിയമങ്ങളാണ് 147 ഉൾപ്പെടെ പ്രഖ്യാപിച്ചത്. അതിനെതിരായി കോൺഗ്രസിന് സമരമുണ്ടോ? അത് സമരമില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അന്തം വിട്ട പ്രതി എന്തും ചെയ്യും. അവരുടെ സകല നിയന്ത്രണം വിട്ടുപോയിരിക്കുകയാണ്. ഈ മുദ്രാവാക്യത്തിന് വല്ല പ്രസക്തി ഇന്നുണ്ടോ? ഹൈക്കോടതി ഇന്നലെ അസന്നിഗ്ധമായി പറഞ്ഞു അവിടെയുള്ള നിയന്ത്രണങ്ങളൊക്കെ തുടരാം. അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നാമനിർവചിക്കുന്ന ചില സൗകര്യങ്ങളും കക്കൂസ് ഉണ്ടാക്കണം, അതൊക്കെ പറയുന്നത് ന്യായമാണ്. കക്കൂസിന്റെ എണ്ണം കൂട്ടണം, ട്രാൻസ്പോർട്ട് സൗകര്യം ഉണ്ടാക്കണം, ഇതൊക്കെ ചെയ്യണം. ഒരൊറ്റ ഭക്തനെയും ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം പ്രക്ഷോഭകാരികളെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രക്ഷോഭകാരികൾ ആരാണെന്ന് വളരെ സുവ്യക്തമാണ്. BJPയുടെ തന്നെ സർക്കുലർ വന്നതെല്ലാം നിങ്ങൾ കണ്ടു. രാഷ്ട്രീയ സമരമാണ്. രാഷ്ട്രീയ സമരത്തിന് ശബരിമല ഒരു ആയുധമാക്കി ഉപയോഗിക്കുകയാണ് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ ഇടയിൽ ഒരു മുദ്രാവാക്യമില്ലാതെ എത്ര നിരായുധരായിപ്പോയി, എത്ര അപമാനിതരായി. നിരോധനാജ്ഞ പിൻവലിക്കുന്നവരെ സമരം പോലെ നിയമസഭയിൽ അത് എവിടെയെങ്കിലും നടപ്പാക്കുന്ന ഒരു കാര്യമാണ്. കോടതി പോലും പറയുന്നത് സുപ്രീം കോടതിയിൽ വെച്ച് നടപ്പാക്കാൻ ഹൈക്കോടതി പറയുകയാണ് നീട്ടി വെച്ചാൽ നിയമം നടപ്പാക്കുക, നിരോധനാജ്ഞ ആകാം, അവിടെ പെൺകുട്ടികൾ ആരെങ്കിലും വന്നാൽ പോലീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം, പരിശോധന നടത്താം, ഇതെല്ലാം ഇന്നലെ കോടതി പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ ഇവരുടെ ഈ സമരം കണ്ട ആളുകൾ മൂക്കത്ത് വരവിളിച്ചു പോയില്ലേ. ശരി, ശ്രീ ആനത്തലവട്ടം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് കിരൺ ബാബു ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് കരുതുന്നു. കിരൺ, ഇപ്പോൾ ഈ സഭയിലെ അവസ്ഥ എന്താണ്? സഭാ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള സാഹചര്യമുണ്ടോ? സ്പീക്കറുടെ ഭാഗത്തു നിന്നടക്കം ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്? നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കാൻ തന്നെയാണ് സാധ്യത. മുതിർന്ന നേതാക്കളുമായി സ്പീക്കർ ഉടൻ തന്നെ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും വീണ്ടും സഭാ നടപടികൾ ആരംഭിക്കുക. പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഉന്നയിക്കേണ്ട വിഷയങ്ങൾ പറയാൻ കിട്ടുന്ന വലിയ അവസരമാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ടും അവസാനം വാക്മോട്ട് പ്രസംഗം നടത്തിക്കൊണ്ടും 2 തവണയും പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ ദീർഘമായി തന്നെ സമയം ലഭിക്കും. അതുകൊണ്ട് പ്രതിപക്ഷത്തിനും ഇപ്പോൾ വീണ്ടും ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് എങ്കിലും പരിഗണിക്കുന്നവരെങ്കിലും പോകണം നിലപാട് തന്നെയാവും. ആ തരത്തിലുള്ള നിലപാട് ഇത്തരത്തിൽ പ്രതിപക്ഷവുമായും ഭരണപക്ഷവുമായും സ്പീക്കർ ഉടൻ തന്നെ ചർച്ച നടത്തി അതിനുശേഷം സഭാ നടപടി ആരംഭിക്കും. സാധാരണഗതിയിൽ സഭയിൽ ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ സഭ നിർത്തുമ്പോൾ സ്പീക്കർ സ്വീകരിക്കുന്ന നടപടി തന്നെയാണ് ഇരുപക്ഷത്തെയും വിളിച്ച് ചർച്ച ചെയ്യുക. അതിനുശേഷം വീണ്ടും നടപടികളിൽ കടക്കുക. അത് തന്നെയാവും ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യത. ശരി കിരൺ, തിരിച്ചു വരാം കിരണിലേക്ക്. ഇപ്പോൾ അരുൺ ഒരിക്കൽ കൂടി ചേരുന്നു. അരുൺ, രാവിലെ മുതൽ സഭ നാടകീയ സംഭവ വികാസങ്ങൾക്കാണല്ലോ സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ PC ജോർജ് പറഞ്ഞതുപോലെ NDAയുമായി സഹകരിക്കും,
നിയമസഭയ്ക്കകത്ത് കറുത്ത വസ്ത്രം ധരിച്ച് രാജഗോപാലും PC ജോർജും നിയമസഭയിലേക്ക് എത്തുന്നു. അത് എന്ത് കൗതുകമാണ്? രാജ്ഭവൻ ഉണ്ണിത്താൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലൂടെ തിരിച്ചു വരാം. ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ, പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ചാണോ സഭാ നടപടികൾ വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ സ്തംഭിപ്പിക്കുകയും പ്രക്ഷോഭ പരിപാടികൾ വ്യാപിപ്പിക്കാനും തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒരു ആണകളുടെ പുറകോട്ട് പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഈ സർക്കാരിന്റെ ഒരു മക്കളുടെ മുഷ്ടി, ഒരു പിടിവാശിയാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയിൽ യുവതികളെ കയറ്റാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റ് ആണ്, ഒരു എക്സിക്യൂട്ടീവ് ജഡ്ജ്മെന്റ് അല്ല. മാത്രമല്ല ഈ ജഡ്ജ്മെന്റ് ലാ ഓഫ് ദ ലാൻഡ് ആയിട്ടില്ല. 49 റിവ്യൂ ഹർജികൾ സുപ്രീം കോടതി തന്നെ വാദം കേൾക്കാൻ 22-ാം തീയതി വെച്ചിരിക്കുന്ന സ്ഥിതിയിൽ ആ 22 വരെ കാത്തിരിക്കാൻ പോലും തയ്യാറാകാതെ ഏതാണ്ട് 6000-ഓളം കുടുംബങ്ങളെയാണ് ദേവസ്വം ബോർഡിലെ വഴിയാധാരമാക്കാൻ പോകുന്ന ഈ ഗവൺമെന്റ് ഒരു പിടിവാശി കാരണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ അണക്കെട്ട് പുറകോട്ട് പോകാൻ ഒരിക്കലും ഞങ്ങൾക്കാവില്ല. 144 പിൻവലിക്കണം. ശബരിമലയിൽ അനസ്യൂതം ഭക്തന്മാർക്ക് അവിടെ പോയി തൊഴുത് തിരിച്ചു വരാൻ ആവശ്യമായ സംവിധാനം ഒരുക്കണം. അതുപോലെ ശബരിമലയിൽ വിരിവെച്ച് അവർക്ക് നെയ്യഭിഷേകം നടത്തി വരാനുള്ള സൗകര്യം ഒരുക്കണം. ഇതിനൊക്കെ തടസ്സപ്പെടുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ പേര് പറഞ്ഞ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. അതുകൊണ്ട് ഈ സഭാ കാലത്ത് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് UDF തയ്യാറല്ല. ശരി, ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ, നന്ദി പ്രതികരിച്ചതിന്. അരുണിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, അരുൺ, രാജഗോപാലിനൊപ്പം കറുത്ത വസ്ത്രം ധരിച്ചു വന്ന PC ജോർജ്, അദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ NDAയുമായി സഹകരിക്കാൻ പോകുന്നു സഭയ്ക്കകത്ത്. അതിനുള്ള സൂചനകൾ, അത് എത്രത്തോളം കൗതുകം സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കി? എന്തായിരുന്നു രണ്ടുപേരുടെയും ശരീരഭാഷ? അരുൺ, കേൾക്കാമോ? അരുൺ, കേൾക്കാമോ? പറഞ്ഞോളൂ. രഞ്ജിത്ത്, ഭരണപക്ഷത്തെ നേതാക്കളുമായി ഇപ്പോൾ സ്പീക്കർ ചർച്ച നടത്തുകയാണ്. സഭ നിർത്തിവച്ചതിനെ തുടർന്നുണ്ടായ സമവായ നടപടിയുടെ ഭാഗമായാണിത്. അല്പസമയത്തേക്ക് പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായും സ്പീക്കർ ചർച്ച നടത്തുകയും ചെയ്യും. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച കാര്യമാണെങ്കിൽ NDAയുമായി സഹകരിക്കാൻ PC ജോർജ് ഇന്നലെ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം കറുപ്പ് വസ്ത്രമണിഞ്ഞാണ് സഭയിലെത്തിയത്. അത് അദ്ദേഹത്തെ പോലെ തന്നെ BJPയുടെ MLA ഒ രാജഗോപാലും കറുപ്പണിഞ്ഞ് സഭയിലെത്തി. ഏറെ നേരം ഒ രാജഗോപാൽ തന്റെ ഇരിപ്പിടത്തിൽ എണീറ്റ് PC ജോർജ് സമയത്ത് പോയിരുന്ന് സംസാരിക്കുകയും ചെയ്തു. സഭയിൽ ഒരുമിച്ച് നീങ്ങാൻ തന്നെയാണ് PC ജോർജിന്റെയും ഒ രാജഗോപാലിന്റെയും തീരുമാനം. ഈ കഴിഞ്ഞ 2 വർഷമായി സഭയിൽ പലപ്പോഴും രാജഗോപാൽ ലഭിക്കുന്ന സമയം കൂടി PC ജോർജ് എടുത്ത് സംസാരിക്കാറുണ്ട്. ഓരോ മിനിറ്റാണ് ഇരു നേതാക്കൾക്കും സഭയിൽ ലഭിക്കുന്ന സമയം. പലപ്പോഴും അത് 2 മിനിറ്റായിട്ട് എടുത്ത് PC ജോർജ് സംസാരിക്കാറുമുണ്ട്. ഇനി തുറന്ന് ഈ സഭയിൽ സഹകരിച്ചു പോകാൻ തന്നെയാണ് PC ജോർജിന്റെയും ഒ രാജഗോപാലിന്റെയും BJPയുടെയും തീരുമാനം. PC ജോർജ് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തത വരുത്തുകയും ചെയ്തു. വിശ്വാസികളുടെ പ്രശ്നമാണ്, വിശ്വാസികൾക്കെതിരെയുള്ള സർക്കാരിന്റെ നടപടികൾക്കെതിരെയാണ് തന്റെ പ്രതിഷേധം. അത് ഹൈന്ദവ വിശ്വാസത്തിന് മാത്രമല്ല, എല്ലാത്തരം വിശ്വാസികൾക്കുമെതിരെ സർക്കാർ രംഗത്ത് വരികയാണ്. അതിനെതിരെയാണ് MLA തന്റെ പ്രതിഷേധം. ആരുമായും ചേർന്ന് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കും, വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്നാണ് PC ജോർജ് സഭയിൽ കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. PC ജോർജ് സമാനമായി കറുത്ത വസ്ത്രം ധരിച്ച് ഒ രാജഗോപാൽ സഭയിലെത്തി എന്നതും ശ്രദ്ധേയമാണ്. ഏറെ നേരം ഇരു നേതാക്കളും സഭയ്ക്കുള്ളിൽ ചർച്ച നടത്തുകയും ചെയ്തു. ശബരിമല വിഷയത്തിൽ ഇനി BJPയുടെ സ്വരത്തിനൊപ്പം PC ജോർജിന്റെ സ്വരവും ഈ സമ്മേളന കാലയളവിലെങ്കിലും സഭയിൽ ഉയർന്നു കേൾക്കുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു ധാരണയാണ് ഇരു പാർട്ടികളുമായി ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ഇന്നും സഭയിൽ PC ജോർജും രാജഗോപാലുമായുള്ള സൗഹൃദ രംഗങ്ങളും. PC ജോർജും ഒ രാജഗോപാലും കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഇന്ന് നിയമസഭയിലെത്തി. കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. കറുത്ത വസ്ത്രമണിഞ്ഞ് സഭയിലെത്തിയ PC ജോർജ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു NDAയുമായി സഹകരിച്ചു പോകും. വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും. ഒരുപക്ഷെ അത് NDAയുമായി ഒരു സഖ്യമുണ്ടാക്കുന്ന തലത്തിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ അത് വലിയ തോതിൽ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ. ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിലൂടെ. ശ്രീ PC ജോർജ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കറുത്ത വസ്ത്രം അണിഞ്ഞ് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ രാജഗോപാലിനൊപ്പം ഒരു ബ്ലോക്കായി തന്നെ ഇരിക്കുക, BJP MLAയുമായി സഭയിൽ സഹകരിക്കുക, അത്തരത്തിലാണോ തീരുമാനം? അതായത് വിശ്വാസ സംരക്ഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയൊന്നുമില്ല. മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. മനസ്സിലായില്ലേ? ശരി. അതിനെ ഹിന്ദു വിശ്വാസങ്ങളെ, വിശ്വാസ പ്രമാണങ്ങളെ, ആചാരങ്ങളെ തകർക്കുന്ന പിണറായി സർക്കാരിന്റെ പോക്കിനെതിരെയുള്ള നീക്കമാണ്. ആ വിജ്ഞാന കൈരളി എടുത്ത് വായിച്ചാൽ മതി.
പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഇസ്ലാം പള്ളിയില് മുസ്ലിംസുകളെ കയറ്റിക്കോണമെന്നാണ് പിണറായിയാണോ നിശ്ചയിക്കുന്നത്. കലാശാസ്ത്രികൾ ഉപസാരിക്കരുത് വിജ്ഞാന കേരളി ഏതൊക്കെ സർക്കാർ പ്രസിദ്ധീകരണമാണ്. ഈയിടം വൃത്തികേട് ഇടുന്ന ഈ ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വികാരമാണിത്. അതാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും മതമല്ല. വിശ്വാസ സംരക്ഷണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റിദ്ധാരണ വേണ്ട. ശബരിമല മാത്രമല്ല, ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസം സംരക്ഷിക്കണം. ഇത് തന്നെയാണ് ഉദ്ദേശം. ആ രീതിയിൽ സഹകരിച്ച് പോകാൻ പറ്റുന്ന ഒരു പാർട്ടി തന്നെയാണോ BJP? താങ്കൾക്ക് അത്തരത്തിലൊരു വിശ്വാസമുണ്ടോ? ഞാൻ ബി ജെ പി ജനമായിട്ട് ഒരു പാർട്ടിയല്ല. ബിജെപിയുടെ പാർട്ടി, ഞാൻ കേരള ജനപക്ഷം പ്രസ്ഥാനം, രണ്ടും രണ്ടാണ്. യോജിക്കാവുന്ന മേഖല യോജിച്ചും കോൺഗ്രസുകാർ യോജിക്കും. ഞങ്ങളെ ആദ്യം കോൺഗ്രസുകാർ യോജിച്ചാൽ മറ്റു കേരള കുഞ്ഞാറിന്റെ പുറത്തോട്ട് വരുമ്പോൾ നമ്മളെ അവർ യോജിച്ചു പോകാൻ തയ്യാറില്ല. CPM നമ്മളെ തകർക്കാൻ നടക്കുന്നു. അപ്പൊ നമ്മോട് യോജിച്ചു വരുന്ന ആരാണ്? BJP എന്നില്ല, ആരാണെങ്കിലും യോജിക്കാൻ കഴിയുന്ന ആരുമായി യോജിച്ച് മുന്നോട്ട് പോകും. അത് BJP ആണെന്നുകൊണ്ട് ഒരു പാപമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. BJPക്ക് തന്നെ ഇത്ര കുഴപ്പമാണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷികൾ അത്ര വലിയ ഭാവികളാണെന്ന് ഞാൻ കരുതുന്നില്ല. BJP വർഗീയ ഫാസിസ്റ്റ് എന്ന് പറയുന്ന മാർക്സിസ്റ്റുകാരനാണ്. പിണറായിയെ പോലെ വർഗീയ ഫാസിസ്റ്റ് ലോകത്തുണ്ടോ? CPM-നകത്തും വർഗീയതയല്ലേ? അപ്പൊ പിന്നെ പറയുന്നത് ഫാസിസത്തിന്റെ വ്യത്യാസം. അപ്പം ഈ ഫാസിസത്തെക്കാൾ ഭേദമാണ് BJP ഫാസിസം. ആ നിലയ്ക്ക് എന്റെ ഒരു നയത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എനിക്കൊരു തോന്നലില്ല. ശരി, ശ്രീ PC ജോർജ്, നന്ദി പ്രതികരിച്ചതിന്. ഇന്ന് PC ജോർജും ഒപ്പം O രാജഗോപാലും കറുത്ത വസ്ത്രമണിഞ്ഞ്, ദൃശ്യങ്ങൾ കാണുന്ന പോലെ കറുത്ത വസ്ത്രമണിഞ്ഞ് സഭയിലെത്തുകയും തുടർന്ന് സഭാ നടപടികളിൽ വരും ദിവസങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനവും ഉണ്ടാവുകയായിരുന്നു. അത് വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് എന്നാണ് PC ജോർജ് പറയുന്നത്. അത് ശബരിമല വിഷയവുമായി മാത്രം ബന്ധപ്പെടുത്തേണ്ട എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കുക, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അവരുടെയൊക്കെ വിശ്വാസം സംരക്ഷിക്കുക എന്ന രീതിയിൽ താൻ ഇനിയും മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ BJP-യുമായി ഒരു സഹകരണം, BJP അകറ്റി നിർത്തേണ്ട പാർട്ടിയല്ല, അവർ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടോ എന്ന് PC ജോർജ് പറഞ്ഞു വെക്കുന്നു. ഏതായാലും സഭ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ന് നിയമസഭ. ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളമായിരുന്നു സഭയുടെ പ്രത്യേകത. ബഹളം അവഗണിച്ച് പ്രളയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ചോദ്യം ചോദിക്കാൻ അവസരം നൽകിയില്ലെന്നും 45 മിനിറ്റ് സ്പീക്കർ മുഖ്യമന്ത്രിയെ സംസാരിക്കാൻ അനുവദിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ചോദ്യോത്തര വേള എത്ര മണിക്കൂറാണ്? 9 മുതൽ 10 വരെയാണ്. 1 മണിക്കൂർ അംഗങ്ങളുടെ അവകാശമാണ് ചോദ്യം ചോദിക്കുക. അംഗങ്ങളുടെ അവകാശത്തെ കവർന്നെടുത്തു. 45 മിനിറ്റ് മുഖ്യമന്ത്രി സംസാരിച്ചു. ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ല. അവസരമില്ലാതിരിക്കുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത് സഭയുടെ ചോദ്യം നീണ്ടുപോവുകയാണെങ്കിൽ അങ്ങ് പറയണമായിരുന്നു മേശപ്പുറത്ത് വെക്കാൻ. അങ്ങ് പറയണമായിരുന്നു മേശപ്പുറത്ത്. അങ്ങ് എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങയുടെ അഭിപ്രായം സഭ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന് താല്പര്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെക്കുറിച്ച് ഒരു വാക്ക്. അദ്ദേഹം ഇവിടെ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് അടിയന്തര പ്രമേയം എടുക്കണമെന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആദ്യമേ തന്നെ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഡയസിന് മുമ്പിൽ വന്ന് ബഹളം വെക്കുന്നതാണ് കണ്ടത്. സർ, യഥാർത്ഥത്തിൽ അതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഉദ്ദേശമെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആ ഘട്ടത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അത് പറയുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് പറയുന്നതിന് ആരും സാധാരണ വിലക്ക് ഏർപ്പെടുത്താറില്ല. അങ്ങാണെങ്കിൽ കൂടുതൽ സൗമനസ്യമായി അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാറുമുണ്ട്. അപ്പോൾ ഒരു തടസ്സവും അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടാകുമായിരുന്നില്ല. സർ, മറ്റേ കാര്യം അങ്ങ് തന്നെ പറഞ്ഞു. ആ ചോദ്യങ്ങളെല്ലാം മറുപടി പറയേണ്ടതാണ്. മറുപടി പറയുന്നതിന് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലാണ് ആ കടലാസുകൾ മേശപ്പുറത്ത് വെക്കേണ്ടത്. തൽക്കാലം അതില്ലാത്തത് കൊണ്ട് എല്ലാം ഞാൻ സഭയിലേക്ക് നേരിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.